ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഡ്രൈവിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ 2 ദിവസമായിട്ട് ലീവ് ഒക്കെ ആയിരുന്നു. അപ്പൊ 2 ദിവസം ഇങ്ങനെ വീട്ടില് പ്ലസ് സൺഡേ ഉണ്ടായിരുന്നു. 3 ദിവസമായിട്ട് സത്യം പറഞ്ഞാൽ വീട്ടിൽ തന്നെ. അപ്പൊ ഇങ്ങനെ ബോറടിച്ച് തുടങ്ങി നമുക്ക്. അപ്പൊ വെറുതെ ഒരു ഡ്രൈവ് ഒക്കെ പോയി മൈൻഡ് ഒക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് വരാം അല്ലെ വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഞാനും ഇവിടെ ഉറക്കത്തിന്റെ ടൈമാണ്. അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഞങ്ങളിപ്പോ എവിടെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സേലത്തുള്ളവർ ഓൾമോസ്റ്റ് എല്ലാവരും പോകുന്ന ഒരു സ്പോട്ടാണ്. സേലത്തിന്റെ സ്വന്തം ഹിൽ സ്റ്റേഷൻ എന്ന് പറയാൻ പറ്റുന്ന ഏർക്കാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏട്ടൻ 1 ഇയർ ആയിട്ട് സേലത്ത് ഉണ്ടെങ്കിലും ഇതുവരെ ഏർക്കാട് പോയിട്ടില്ല. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ എന്തായാലും അവിടെ പോവാം. ഡ്രൈവ് ആണ് കേട്ടോ ഉദ്ദേശിക്കണം. നമ്മൾ സൈറ്റ് സീയിങ്ങും ഇതൊന്നും അല്ല, ജസ്റ്റ് ഒരു ഡ്രൈവ് പോയി അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത ഒരു ക്ലൈമറ്റിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് എൻജോയ് ചെയ്തിട്ട് വരാന്നുള്ള ഒരു പ്ലാനിലാണ്. ഭയങ്കര ചൂടാണ്, നമുക്ക് ഇവിടെ സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് അവിടെ പൊതുവെ തണുപ്പായിരിക്കും. എല്ലാവർക്കും അറിയാം ഹിൽ സ്റ്റേഷൻ തണുപ്പായിരിക്കുമല്ലോ. അപ്പൊ അവിടെ പോയി ഒന്ന് ചിൽ ഔട്ട് ചെയ്തിട്ട് വരാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ചൂടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നാടിനെക്കാട്ടിലും ബെറ്റർ ആട്ടോ ഇവിടെ ചൂട്. ഇവിടെ ചൂടുണ്ടെങ്കിലും നാട്ടിൽ ഒരുമാതിരി ഓവന്റെ ഒരു എഫക്റ്റ് പോലെ തോന്നുന്നത്. ഭയങ്കര സഹിക്കാൻ പറ്റാത്തൊരു ചൂടായിട്ട് എനിക്ക് തോന്നിയത് പാലക്കാട്. ഇവിടെ പിന്നെയും ബെറ്റർ ആണ് ചൂടും വെയിലും ഉണ്ടെങ്കിലും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഏട്ടന്റെ കൂടെ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് ആ ഒരു ഡിഫറൻസ് അറിയില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ഡ്രൈവ് കണ്ടിന്യൂ ചെയ്യാം. നമ്മളിപ്പോ ഓൺ ദ വേ ഇൻട്രോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് ഓൺ ദ വേ ആണ്. സേലം ടൗണിൽ നിന്ന് ഏർക്കാട് വരെയുള്ള റൂട്ടും നല്ല റൂട്ടാണ്. അതേപോലെ തന്നെ കാണാൻ അത്യാവശ്യം ഒരു സീനിക് ബ്യൂട്ടി ഒക്കെ ഉള്ളൊരു റൂട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് വീഡിയോസ് എടുത്ത് കാണിച്ചു തരാം. അപ്പൊ ഞാനും എഴുന്നേറ്റിട്ടുണ്ട്. നമ്മൾ നാടും സേലൊക്കെ ആയിട്ട് യാത്രയായിട്ടൊക്കെ പോവാറുണ്ട്. പക്ഷെ ഒരു പ്ലഷർ ട്രിപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് അവനെ കൊണ്ട് പോകുന്നത്. അപ്പൊ നോക്കട്ടെ ഈ യാത്രയിൽ അവൻ എൻജോയ് ചെയ്യുന്നുണ്ടോ, സ്പോട്ട് വിസിറ്റ്സ് ഒക്കെ എങ്ങനെയാണ് അവൻ എൻജോയ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ നമ്മളിതാ നമ്മുടെ ക്ലൈംബ് തുടങ്ങി, ഹെയർ പിൻസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഏർക്കാട്ടിലേക്കുള്ള റൂട്ടില് ഒരു ടോള് പോലെ ഒരു ഇതുണ്ട്. 50 റുപ്പീസ് ആണ് പെർ വണ്ടിയാണ്, പെർ പേഴ്സൺ എൻട്രി ഫീസ് അല്ല. ഒരു വണ്ടിക്ക് 50 റുപ്പീസ് എൻട്രി ഫീസ് എന്നുള്ള നിലയ്ക്ക് ഒരു ടോൾ ഉണ്ട്. അത് നമ്മളിതപ്പോൾ പേ ചെയ്തു. അതിന്റെ റെസീറ്റ് ഇതാ. നമ്മൾ ക്ലൈംബ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് ഫസ്റ്റ് ഹെയർ പിൻ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ടോൾ വരുന്നത്. ഞാൻ കുറച്ച് ബോറടിച്ചപ്പോൾ റെസ്റ്റ്ലെസ് ആയി. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് അവനെ ഒന്ന് ചില്ലാക്കാൻ വേണ്ടിയിട്ട്. അവനെ കുറച്ചൊന്ന് കളിപ്പിച്ച് അവനെ ഒന്ന് ഓക്കെ ആക്കാന്ന് വിചാരിച്ച് നമ്മൾ വണ്ടി നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവനെ കാർ സീറ്റ് എന്നൊക്കെ എടുത്ത് നമ്മൾ കയ്യിൽ എടുത്തിട്ടുണ്ട്. അവൻ എന്താ ഫുൾ അപ്പൊ സൈഡ്സ് ഒക്കെ ചുറ്റും നോക്കി എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ ഞാനു? അവൻ എപ്പോ യാത്ര പോവാണെങ്കിലും കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിനോടൊരു താല്പര്യം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതെ, അതുപോലെ തന്നെ ട്രാവൽ ചെയ്തോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഫുൾ ടൈം അവൻ ഉണർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നത് ഭയങ്കര കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ എങ്ങടാ പോണത്? ഏർക്കാട് പോവാണോ? ആണോ? അപ്പൊ നമുക്കിനി പതുക്കെ കയറാൻ തുടങ്ങാം അല്ലേ? ആൾമോസ്റ്റ് നമ്മളിതാ മുകളിലെത്താറായി. ഏകദേശം 18 ഹെയർ പിന്ന് കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഇനിയിപ്പോ ഒരു 2 ഹെയർ പിന്നും കൂടി ഉള്ളൂ. മൊത്തം 20 ഹെയർ പിന്നാണ് ഈ ഒരു ചുരം വരുന്നത്. അപ്പൊ
ഇപ്പൊ കുറച്ചും കൂടി ഭംഗിയുണ്ട്. താഴത്തേക്കാൾ ഭംഗിയാണ് മോളിക്ക് വരുമ്പോ. മരങ്ങളും അതേപോലെ തന്നെ കോഫി പ്ലാന്റേഷൻസ് ഒക്കെ ഉണ്ട് രണ്ട് സൈഡിലും. അപ്പൊ നമ്മള് ഏർക്കാട് ക്ലൈംബ് ചെയ്ത് ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മള് സൈറ്റ് സീയിങ്ങും പരിപാടികളൊന്നും അല്ല പ്ലാൻ ആയതുകൊണ്ട് എങ്ങോട്ട് പോകണം എന്നുള്ളത് ഫിക്സ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന സ്ഥലം നല്ലത്, അതുപോലെ തന്നെ അത് കാണിച്ചു തരാമെന്നൊന്നും പറയുന്നില്ല. നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ നമ്മൾ കാണിച്ചു തരാം. നമ്മൾ അങ്ങനത്തെ ഒരു സൈറ്റ് സീയിങ് വിസിറ്റ് ആയിട്ടല്ല നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ജസ്റ്റ് ഒരു ഡ്രൈവ് വരാം, എൻജോയ് ചെയ്യാം, ക്ലൈമറ്റ് ഒക്കെ ഒന്ന് ആസ്വദിക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ പോന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് കാണാം. അപ്പോൾ നമ്മളിതാ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. പഗോഡ പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് മെല്ലെ ഇറങ്ങി നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ പഗോഡ വ്യൂ പോയിന്റ്. ഏട്ടനും ഞാനും കൂടി കാഴ്ചകൾ ആസ്വദിക്കുന്നുണ്ട്. എനിക്ക് വേണ്ട, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വേണ്ട വേണ്ട, ട്രൈ ചെയ്ത് നോക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൺ ഷോട്ട് എക്സ്പീരിയൻസ്? കുറേ ഷൂട്ട് ചെയ്തിട്ട് അതുകൊണ്ട് അത്ര ഒരു, എന്നാലും കൊറേണ്ണൊക്കെ പൊട്ടി. കണ്ടിട്ട് കൗതുകം കണ്ടിട്ട് പോയി പൊട്ടിച്ചതാണ് കേട്ടോ. ലൈക്ക് 50 രൂപയാണ് 10 ബലൂൺ. അതെ, 10 ബലൂൺ പൊട്ടിക്കാം. 10 ബലൂൺ അല്ല, 10 ഷോട്ട്സ്. എന്താണ് 10 ഷോട്ട്സ്? ഇവിടെ ആക്ച്വലി നമ്മള് രാവിലത്തെ വ്യൂവിനേക്കാൾ ഭംഗി രാത്രിയാണ് കേട്ടോ. രാത്രിയാകുമ്പോൾ ഇവിടെയൊക്കെ ലൈറ്റ് ഇട്ടിട്ട് നമുക്കൊരു സിറ്റി വ്യൂ ഇങ്ങനെ കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്ന എനിക്ക് അറിയില്ല. താഴത്തെ ബിൽഡിങ്സിലൊക്കെ ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴാണ് ശരിക്കും നല്ല രസം ഉണ്ടാവുക, നൈറ്റ് ഉള്ള ലുക്ക്. അപ്പോൾ നമുക്ക് ഇതാ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാം. ഞാൻ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിലും ഉണ്ടാവുമല്ലോ ഇങ്ങനെ ചെറിയ ചെറിയ ഷോപ്പുകൾ. അപ്പോൾ നമുക്ക് വിലയൊക്കെ അധികമായിരിക്കും, പക്ഷെ എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ തോന്നും. അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം അല്ലേ? ഐസ്ക്രീം വേണോ? ഐസ്ക്രീം വേണോ? ആ, ഐസ്ക്രീം വാങ്ങി. ഞാനും ഐസ്ക്രീം വേണോ? ഞാനും ഐസ്ക്രീം വേണോ? വേണമാ? അവനിപ്പോ ഒന്നും കൊടുത്ത് തുടങ്ങിയിട്ടില്ല. തുടങ്ങുമ്പോഴാണ് ഇതിനൊക്കെ ഉള്ള വാശി അറിയുക. ഇപ്പൊ നമ്മള് ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു ഷോപ്പിൽ നിന്ന് ഐസ്ക്രീം വാങ്ങിച്ചു. ഞാനൊരു കോണും വാങ്ങിച്ചു, ഐഷു ഒരു കപ്പും വാങ്ങിച്ചു. ഞാനു ബേബിക്ക് ഐസ്ക്രീം ഒന്നും അങ്ങനെ കൊടുത്തു തുടങ്ങിയിട്ടില്ല. ജസ്റ്റ് ഇപ്പൊ നമ്മൾ ഓരോ ടേസ്റ്റുകളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങണേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഏർക്കാട് എന്ന് പറയുന്നത് സേലത്തുനിന്ന് വളരെ അടുത്താണ്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സേലം ടൗണിൽ നിന്ന് ഒരു 36 കിലോമീറ്റേഴ്സ് ആണ് അപ്രോക്സിമേറ്റ്ലി ഏർക്കാടോട്ട് വരുന്നത്. പിന്നെ ഏർക്കാട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഓരോ സ്പോട്ടും സ്കാറ്റർ ആയിട്ടാണ് കിടക്കുന്നത്. ഒരു 2-3 സ്പോട്ട്സ് ഒരേ ഒരു വേലാണ്. പിന്നെ ഇങ്ങനെ ഡയറക്ഷനിലേക്ക് വേറെ റൂട്ട് പോകേണ്ടി വരും. അപ്പൊ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം സെൽഫ് കാർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. കാരണം ഒരു സ്പോട്ടിൽ നിന്ന് ഒരു സ്പോട്ടിക്ക് പോവാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. നമ്മൾ ഇവിടുന്ന് ഒരു ടാക്സി അല്ലെങ്കിൽ റെന്റ് ഔട്ട് ചെയ്യുന്നത്, ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സോ അങ്ങനത്തെ ഒക്കെ വന്നിട്ട് ഇവിടുന്ന് റെന്റ് ഔട്ട് ചെയ്ത് പോകുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആവും. ഒന്നെങ്കിൽ സേലത്തുനിന്ന് വല്ലതും വണ്ടി എടുത്ത് ടാക്സി എടുത്തിട്ട് വരിക, അല്ലെങ്കിൽ ഓൺ വെഹിക്കിൾ, അല്ലെങ്കിൽ എവിടുന്നാണ് നിങ്ങൾ വരുന്നത് വെച്ചാൽ അവിടുന്ന് ടാക്സി എടുത്തിട്ട് വരുന്നതാവും കുറച്ചും കൂടെ ചീപ്പർ. ഇത് ഇവിടുത്തെ തന്നെ വൺ ഓഫ് ദ അട്രാക്ഷൻ പോയിന്റ് ആണ് പീക്കു പാർക്ക് എന്ന് പറഞ്ഞിട്ട്. അത് ബേർഡ്സ് ഒക്കെ നമുക്ക് ബേർഡ്സ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് ഫുഡൊക്കെ തരും. അത് നമ്മൾ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ബേർഡ്സ് നമ്മുടെ മേത്തൊക്കെ വന്നിരിക്കും. അങ്ങനത്തെ സ്ഥലമാണ്. അപ്പം നമുക്ക്
യാനുവിനെയും കൊണ്ട് അതിൽ കയറാൻ പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു സ്പോട്ട് സ്കിപ്പ് ചെയ്യാണ്. നമ്മൾ കയറുന്നില്ല. അവന് ബേർഡ്സ് ആയിട്ടുള്ളൊരു ഇത് ആയിട്ടില്ല, 5 months ആവണല്ലോ, കുറച്ച് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു ഞങ്ങൾ. അപ്പം നമുക്ക് നെക്സ്റ്റ് ഇതേ റൂട്ടിൽ വരുന്നതാണ് സ്കൈ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അഡ്വഞ്ചർ പാർക്ക്. പക്ഷെ നമുക്ക് ചെറിയ ബേബിയെ വെച്ചിട്ട് അഡ്വഞ്ചർ റൈഡ്സ് ഒന്നും പോസിബിൾ അല്ല കയറാൻ. അതുകൊണ്ട് ആ ഒരു ഡെസ്റ്റിനേഷനും നമ്മൾ കയറുന്നില്ല, നമ്മൾ അതും സ്കിപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് നമുക്ക് വേറെ ഏതെങ്കിലും ഡെസ്റ്റിനേഷൻ നോക്കാം. റോസ് ഗാർഡൻ അങ്ങനെ കുറച്ച് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്, അപ്പോൾ അതിലേതെങ്കിലും നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ സ്കൈ പാർക്ക്. അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറും കാർ പാർക്കിങ്ങും ആണ് ഇവിടെ വരുന്നത്. സ്കൈ പാർക്കിൻ്റെ വേറെ എൻട്രൻസ് അപ്പുറത്തുണ്ട്. ഇതാണ് ഇത് വരുന്നത്, ടിക്കറ്റ് കൗണ്ടർ ആൻഡ് എൻട്രൻസ് അല്ല, കാർ പാർക്കിങ്. സ്കൈ പാർക്കിൻ്റെ എൻട്രൻസ് കുറച്ചും കൂടെ അപ്പുറത്തായിട്ടാണ് വരുന്നത്. ഇവിടുന്ന് എൻട്രൻസ് ഉണ്ട് തോന്നുന്നു, ഈ പാർക്കിങ്ങിൽ നിന്ന് എൻട്രൻസ് ഉണ്ടാവുമായിരിക്കും. അല്ലാതെ ഉള്ളൊരു ഗേറ്റ് ഇതാ ഇവിടെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഇതാ ഫ്രണ്ടിൽ സ്കൈ പാർക്ക്, ഏർക്കാട് സ്കൈ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ട് കണ്ടില്ലേ. അപ്പൊ നമ്മള് ഈ ഒരു സ്പോട്ട് സ്കിപ്പ് ചെയ്യാണ്. ഒരുപാടുണ്ട് കാണാനും ചെയ്യാനും തോന്നുന്നു. അതെ, ഒരുപാട് ആക്ടിവിറ്റീസും അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒരുപാടുള്ള ഒരു പാർക്കാണ്. നമുക്ക് 1 day ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്കാണെന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഏർക്കാട് ടൗണിൽ തന്നെയാണ്. ഏർക്കാട് ടൗൺ എന്ന് പറയും ഈ ഒരു ഭാഗത്തിന്. അവിടെ ആയിട്ട് ലേക്ക് ഉണ്ട്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല, ബാക്കിൽ ബോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു ക്ലിപ്പ് നമ്മൾ എടുത്തിട്ട് അറ്റാച്ച് ചെയ്യാം. അതെ, ഇതിനോട് അറ്റാച്ച് ആയിട്ട് തന്നെ നമുക്ക് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ ഗാർഡനും ഉണ്ട്. നമുക്ക് പറ്റുകയാണെങ്കിൽ ഉള്ളിൽ പോയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം. ഇപ്പോൾ ഇതാണ് ലേക്ക്. അപ്പോൾ നമ്മൾ റോസ് ഗാർഡനിൽ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഡയറക്റ്റ് ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് അകത്ത് കയറി നോക്കാം. അപ്പോൾ നമ്മളിത് ബോട്ട് ഹൗസിൻ്റെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. 40 rupees ആണ് ഇവിടുത്തെ പാർക്കിംഗ് ഫീസ്. കവേർഡ് പാർക്കിംഗ് സ്പേസ് ഒക്കെയാണ് കേട്ടോ. ഞാൻ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. കവേർഡ് ആയിട്ടുള്ള ഷെഡൊക്കെ ഉള്ള പാർക്കിംഗ് സ്പേസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങിയിട്ട് ബോട്ട് ഹൗസും അതിനോടനുബന്ധിച്ചിട്ടുള്ള ചെറിയ എന്തോ ഒരു പാർക്ക് പോലത്തെ ഒരു ഇത് ചെറുതായിട്ടുള്ള രീതിയിലുള്ള ബോട്ട് ഹൗസിനോടനുബന്ധിച്ചിട്ടുള്ള അത് നമുക്ക് പോയി കണ്ടിട്ട് വരാം. ഇതാണ് പാർക്കിംഗ് ഷെഡ്, കവേർഡ് പാർക്കിംഗ് സ്പേസ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്. 40 rupees ആണ് പാർക്കിംഗ് ഫീസ്. അപ്പോൾ നമ്മളിതാ ഗാർഡൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ടിക്കറ്റ് ഉണ്ട് കേട്ടോ, 40 rupees ആണ്. നമ്മൾ 3 ആൾക്കും കൂടി വന്നത്. 3 ആളില്ല, അവനില്ല, 2 പേർക്കും കൂടി 40 rupees ആണ്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഗാർഡനിലേക്ക് എൻട്രി ആയിട്ടുണ്ട്. ഇവിടെ നമുക്കിങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ള സംവിധാനമുണ്ട്. ചെറിയ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലേക്കിൻ്റെ സൈഡിലായിട്ട് തന്നെ ഉള്ളൊരു ചെറിയൊരു എക്കോ പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. ഇതേപോലത്തെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാച്യൂസ് ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ചെറിയ ഊഞ്ഞാൽ, ഹാങ് ഔട്ട് ചെയ്യാൻ ഇതേപോലെ ചെറിയ ചെയേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, ബോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാണുന്നത് ബോട്ടിംഗ് സ്റ്റേഷനാണ്. ഞാൻ കുറച്ചും കൂടി വൃത്തിയായിട്ട് വേറൊരു സ്ഥലത്തുനിന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ നേരത്തെ പഗോഡ പോയിന്റിൽ പോയ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. നമുക്ക് ഒരു ലേക്ക് വ്യൂവിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു. നമുക്ക് അതിൻ്റെ മുകളിൽ കയറി നോക്കാം കേട്ടോ. ഇതാ പ്രോപ്പറായിട്ട് നമുക്കൊരു ലേക്ക് വ്യൂ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിതാ ക്ലിയർ ആയിട്ട് ബോട്ടിംഗ് ഒക്കെ കാണാൻ പറ്റും. ഒരുപാട് ബോട്ട്സ് ഉണ്ട് കേട്ടോ. നമുക്ക് സെൽഫായിട്ട് നമ്മൾ റൺ ചെയ്ത് പോകുന്നത്, അതേപോലെ തന്നെ ഗ്രൂപ്പായിട്ട് പോകാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ബോട്ടിംഗ് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഇങ്ങനെ ഒരുപാട് ആനിമൽസിൻ്റെ സ്റ്റാച്യൂസ് ഒക്കെ വെച്ചിട്ടുണ്ട്.
അപ്പോൾ കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ കണ്ട് നടക്കാനും ഇതിനൊക്കെ ഭയങ്കര രസമാവും. അപ്പോൾ നമ്മളങ്ങനെ എക്കോ പാർക്കിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഒരു റൗണ്ടൊക്കെ അടിച്ച് കണ്ടു. ക്ഷീണായിട്ടോ, വിശക്കുന്നുണ്ട്, നന്നായി ദാഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഏർക്കാട് ട്രിപ്പ് ഇവിടെ വെച്ചിട്ട് വൈൻഡ് ചെയ്യുക. തിരിച്ച് ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, വേണമെങ്കിൽ ഒരു ഡ്രൈവ് എന്ന് പറയാം. ഞങ്ങൾ വെറുതെ ഒരു ഡ്രൈവിന് ഇറങ്ങിയപ്പോൾ എന്നാൽ ശരി, ഇവിടെ കുറച്ചുകൂടി തണുപ്പുള്ളൊരു സ്ഥലമാണല്ലോ, അപ്പോൾ വെറുതെ ഇവിടെ നിന്ന് വന്ന് പോവാൻ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. അതേതായാലും നടന്നു. നമ്മൾ കൂടുതൽ നേരം ഈ ഗാർഡൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു, കാരണം അധികം ചൂടില്ല, പിന്നെ ലേക്ക് സൈഡ് ആവുകൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പുണ്ട്. അപ്പോൾ ഞാൻ മെല്ലെ ഇറിറ്റേറ്റഡ് ആവാൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾക്ക് തിരിച്ച് സേലം എത്താമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മെല്ലെ തിരിച്ചിറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. ഡ്രൈവിന് വന്നുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സൈറ്റ് ഒന്നും കാണിക്കാൻ വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ പോണ വഴി നല്ല നല്ല കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയ കണ്ടന്റ് ആയിട്ടൊക്കെ വരും. ഇത് ചെറിയൊരു നമ്മുടെ ഒരു ചെറിയ ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏർക്കാട് വന്നിട്ടുള്ളവരും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അല്ലേ? അതെ, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾ പോയ സ്ഥലങ്ങളൊക്കെ ഒന്ന് നമ്മളായിട്ട് ഷെയർ ചെയ്യുക. നമ്മൾ എന്തെങ്കിലും പുതിയ കണ്ടന്റ്സ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴി അതേപോലെ തന്നെ കമൻസ് വഴിയൊക്കെ നിങ്ങളെ അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ എല്ലാവരും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബർ അല്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ see you guys in another video. Take care. Bye bye.